ഗായ്സ് രാവിലെ 2 മണി സംതിങ് ആണ് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ബനാറസ് സ്റ്റോപ്പ് എന്ന് അതിന് പറയാം. ബനാറസ് സ്റ്റോപ്പ്. പിന്നെ ഒരു ഇപ്പം ഇറങ്ങാം. നെക്സ്റ്റ് സ്റ്റോപ്പ് നമ്മുടെ എന്തായാലും സ്റ്റോപ്പാണ് തോന്നുന്നു. 2 മണി നല്ല ഉറക്കം വരുന്നുണ്ട്. ഗായ്സ് സമയം 2 മണിയാണ്. ബാക്കിലുള്ള ആൾക്കാരെ കണ്ടോ, ഫുള്ള് ജനങ്ങൾ എന്ന് പറഞ്ഞാൽ അയ്യോ ഫുള്ള് ജനമാണ്. ഇവിടുന്ന് റിസർവേഷൻ ഇല്ലാണ്ട് എന്ത് ചെയ്ത് എങ്ങോട്ടും പോക്ക് നടക്കൂല. ഫുള്ള് ജനം എന്ന് പറഞ്ഞാൽ ഫുള്ള് ജനം. അയ്യോ കാലുകുത്തി നിൽക്കാൻ പറ്റില്ല. ഡെഡോ ജായേഗാ ബൈ. ഞാനിപ്പോൾ ഇവിടുത്തെ വ്യൂസ് കാണിച്ചു തരാം. അപ്പം നിങ്ങൾ പറയണം ഇവിടെ എത്ര എക്സാക്ട്ലി സമയമായതിപ്പോൾ പറയണം. ഇത് കാണിച്ചു തരാം. ഗസ്റ്റ് ടൈം എന്നാണ് ചലഞ്ച് കേട്ടോ. സുഹൃത്തുക്കളെ സമയം ഇപ്പോൾ 1 മണിയാണ്. 1 മണി സമയത്തും വാരണാസിയിലെ കാഴ്ചകളാണ് ഇതൊക്കെ. ശരിക്കും നമ്മളൊരു 7 മണി 8 മണിക്ക് നമ്മുടെ ടൗണിൽ ഇറങ്ങുന്ന ആ ഒരു അന്തരീക്ഷമാണ് ഇപ്പോഴും ഇവിടെ. ലൈറ്റൊക്കെ നല്ല വെളിച്ചമുണ്ട് കേട്ടോ. ഞാൻ ഈ ഓട്ടോനുള്ളിലായതുകൊണ്ട് അറിയാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. ഇപ്പോൾ സമയം 1:30 ആയിട്ടേ ഉള്ളൂ. ഇവിടുത്തെ ഇത് കണ്ടോ, ഒരു അന്തരീക്ഷം കണ്ടോ. ഇപ്പോഴും ഉണർന്നിരിക്കുന്ന ഒരു സിറ്റി ആയിട്ടാണ് എനിക്കിവിടെ തോന്നുന്നത്. എല്ലാവരും നല്ല ആക്റ്റീവാണ്. വണ്ടികൾ പോകുന്നു, ചായക്കടക്കാർ അവരുടെ പണി നോക്കുന്നു, പോലീസുകാരുണ്ട്, പിന്നെ എല്ലാവരും ഉണ്ട്. എല്ലാവരും ആക്റ്റീവായിട്ട് അവരവരുടേതായ ഓരോരോ പണികളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു, നടക്കുന്നു. കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ നടക്കുന്നു. ഞാൻ വരാൻ നേരത്തെ ഓട്ടോക്കാരൻ എനിക്ക് തോന്നി അതെന്നെ നൈസിൽ ചാമ്പിയാലോ ഇതാക്കിയാലോ വിചാരിച്ച് ഞാൻ നൈസിൽ എമർജൻസി നമ്പറൊക്കെ ഗൂഗിളൊന്ന് തപ്പി പിടിച്ചെടുത്തു. അയ്യടാ അവിടെ വഴിയില്ല. എന്നിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് പേടിച്ചായിരുന്നു. പക്ഷെ ഒരു കുഴപ്പമില്ല. ചെക്കനവിടെ കൊണ്ടുവിട്ടു. എന്നോട് നമ്പർ വാങ്ങി. നമ്പർ കൊടുത്തപ്പോൾ പറഞ്ഞു ഓക്കെ താങ്ക് യു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ താങ്ക് യു എന്ന് പറഞ്ഞു. കുറച്ച് സ്വീറ്റായിട്ട് പറഞ്ഞപ്പോൾ ഓൻ എന്നെ അങ്ങോട്ട് പിടിച്ചിട്ട് ഓൻ എൻ്റെ അടുത്ത് നമ്പറൊക്കെ വാങ്ങി എന്താവശ്യമായിട്ടില്ല എന്നെ വിളിച്ചോളാം പറഞ്ഞിട്ട് അങ്ങനെ സുധാ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ ഇവിടുത്തെ അന്തരീക്ഷം. ഇവിടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ക്ലീൻ എന്ന് പറയുന്നത്, വൃത്തി എന്ന് പറയുന്ന സാധനമില്ല. വൃത്തി എന്ന് പറയുന്ന സാധനം ഏഴത്തില്ല. മറ്റേ ചവറ് അത് ഒരു സൈഡിൽ, ചെളി, മണ്ണ്, ഒരുമാതിരി മെനക്കെട്ടൊരു സ്ലം പോലത്തെ ഒരു ഇത് എന്തോ എനിക്കിഷ്ടപ്പെട്ടില്ല. അതിൽ വൃത്തിൻ്റെ കാര്യത്തിൽ 0 റേറ്റിംഗ്. ബട്ട് ഓവറോൾ അന്തരീക്ഷം കാര്യങ്ങൾ നോക്കാൻ നേരത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം എനിക്ക് ഇങ്ങനത്തെ ആക്റ്റീവ് സിറ്റീസ് ഭയങ്കര ഇഷ്ടമാണ്. സോ ദാറ്റ്സ് വൈ ഗായ്സ് നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മുടെ സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ് ഗായ്സ്. റിയലും റിയാലിറ്റിയും വേറെ എന്ന് പറയുന്ന പോലെ തന്നെ 2 മണിക്ക് കാണുന്ന അവസ്ഥയാണ്. ഇറ്റ്സ് അമേസിങ്. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് പോകണമെന്ന് ആലോചിക്കുന്നത്, പക്ഷെ അവിടെ ഒന്നുമില്ല. സോ ഞാൻ റൈറ്റ് എടുത്ത് നേരെ പോവാണ്. വിഷ്വൽസൊക്കെ കാണിച്ചു തരാം. എന്നെ പക്ഷേ കാണുന്നുണ്ടാവില്ല, പക്ഷേ ഇവിടുത്തെ സാധനങ്ങളൊക്കെ ഈ സമയത്ത് കാണാൻ നല്ല രസമുണ്ട്. സമയം 2 മണിയായിട്ടുണ്ട്. 2 മണിക്കും ഇവിടുത്തെ വ്യൂ ഉണ്ടോ, ഫുൾ ബോട്ടും ഒരു വല്ലാത്തൊരു അന്തരീക്ഷമാണുണ്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു പീസ്ഫുൾ. ഇറ്റ്സ് ഗുഡ് ഗൈസ്, ഇറ്റ്സ് ഗുഡ്, ഇറ്റ്സ് ഫീലിംഗ് ഗുഡ്. സോ നമ്മൾ നേരത്തെ പോയ സ്ഥലത്തിൻ്റെ പേരാണ് എന്തോ വിഷ്ണു ഘട്ട് എന്ന് പറയുന്നൊരു സ്ഥലം. അവിടെ നമ്മളൊരു ഒരു ശിവൻ്റെ ടെമ്പിളിൽ നമ്മളവിടെ നിന്ന് ഒരു പരിചയപ്പെട്ട ചെക്കൻ്റെ കൂടെ പോയി. എന്നിട്ട് അവിടെ കയറി. എന്നിട്ട് അവിടുത്തെ പരിപാടിയൊക്കെ കണ്ടു കേട്ടോ. സംഭവം എന്തായാലും ഉഷാറായി. ഇനി എന്തോ ഒരു വല്ലാത്തൊരു വൈബ്. കാരണം കുറേ മണിയും സംഭവങ്ങളൊക്കെ ആയിട്ട് ഒരു പ്രത്യേക ഒരു എനർജി കിട്ടിയ പോലെ. ഈ സ്ഥലത്തിൻ്റെ പറയുന്ന പേരാണ് ശിവാലയ ഘാട്ട്, സൂര്യഡേ ഹവേലി എന്ന് പറയുന്ന സ്ഥലം. ഫുൾ റിവർ സൈഡാണ്. നടന്നിങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുള്ള്
ടെമ്പിൾസാണ് മെയിനായിട്ടോ. മെയിൻ ഫുൾ ഓഫ് ടെമ്പിൾസാണ്. ഇപ്പോൾ ഉള്ളത് നമ്മൾ ഈ മോർണിംഗ് ആയതുകൊണ്ടാണ്, ലൈറ്റൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു കാഴ്ച. കാരണം ഈ ഒരു കാഴ്ച നിങ്ങൾക്ക് അങ്ങനെ എല്ലായിടത്തും കാണാൻ പറ്റില്ല. ബിക്കോസ് നമ്മൾ മാത്രമേ ഇത്ര പുറത്തേക്ക് വെളുപ്പിന് വന്ന് വീഡിയോ എടുക്കുള്ളൂ. കാരണം നമുക്ക് മാത്രമേ ഇങ്ങനത്തെ ചെറിയ ചെറിയ ഭ്രാന്തുകളുള്ളൂ. എല്ലാവരും അവരുടേതായ പൂജാകർമ്മങ്ങളായിട്ട് എല്ലാവരും തിരക്കാണ് കേട്ടോ. കുറേ പേര് അവിടെ വന്നിട്ട് പിന്നെ സ്നാനം ചെയ്യുന്നു, ഗംഗയിൽ സ്നാനം ചെയ്ത് അവരുടെ പാപങ്ങൾ കഴുകിക്കിടക്കും. ഇവിടെ എന്താ പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാവരും വെയിറ്റ് ചെയ്യുന്നപ്പോൾ എന്താ പരിപാടി എന്നറിയില്ല, നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഞാനിവിടെ ആ പരിപാടി കാണാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നത്. ഗുഡ് മോർണിംഗ് ഗൈസ്. ഇതാ അവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ സമയം ഏകദേശം 6 മണിയായി. നമ്മൾ നടന്ന് തിരിച്ചങ്ങോട്ട് പോകുന്നു. അവിടെ ഇനി കുറച്ച് പരിപാടികളുണ്ട്. ഇവിടുത്തെ ഗംഗാ സ്നാനം പരിപാടിയെല്ലാം കഴിഞ്ഞു. സൂര്യൻ ഉദിച്ച് വന്നുകൊണ്ട് കാലൊക്കെ നല്ല വേദന എടുക്കുന്നുണ്ട്. ഇപ്പോഴാണ് കേട്ടോ തണുപ്പ് എന്താണെന്ന് അറിയാൻ തുടങ്ങിയത്. ഇത്ര നേരം തണുപ്പൊരു സീനിലായിരുന്നു, ഇപ്പോഴാണ് തണുപ്പ് വരാൻ തുടങ്ങിയത്. ഇതാണ് അസ്സിഘാട്ട് എന്ന് പറയുന്ന സ്ഥലം. ഈ ടെമ്പിളാണ് അസ്സിഘാട്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന ടെമ്പിൾ. ലൈറ്റ് വരുന്നതിനനുസരിച്ച് വരുന്നതെന്ന് നമുക്ക് അടിപൊളി ഒരു വിഷ്വലാണ് കേട്ടോ കാണാൻ പറ്റുന്നത്. അമേസിങ് വിഷ്വൽസ് ആണ് കേട്ടോ നമുക്ക് ലൈറ്റ് വരുന്നതനുസരിച്ച് കാണാൻ പറ്റുന്നത്. ഗൈസ്, ഞാൻ പറഞ്ഞ പോലെ ഇതാ ബ്യൂട്ടി ഞാൻ കാണിച്ചു തരാം. നമുക്ക് ലൈറ്റ് വരുമ്പോൾ തന്നെ നമുക്ക് ഈ ലൈറ്റിൻ്റെ ഷെയ്ഡ് തട്ടിയിട്ട് ബിൽഡിങ്സൊക്കെ എന്നാ ഭംഗിയാണെന്നറിയാം കാണാൻ. ബോട്ട് കിടക്കുന്ന ഒരു ആ സൈഡിലാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഇവൻറ്റ്സ് എല്ലാം നടക്കുന്നത്. ആ സൈഡിലാണ്. പക്ഷെ നമ്മൾ ഇമേജസിലും കാര്യങ്ങളെല്ലാം കാണുന്ന ആ ഒരു വാരണാസിൻ്റെ ഒരു സ്കൾപ്ചറും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇവിടെയാണ്. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ദിഗ്പാത്തിയ ഘാട്ട് എന്ന് പറയുന്നുണ്ട്. ഘാട്ടിൻ്റെ മുമ്പിലാണ്. ഇതാണ് ഇവിടെ ആരോ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ബോട്ടിൻ്റെ സവാരി അവർ റദ്ദ് ചെയ്തു. എല്ലാവരും നമുക്ക് ബോട്ട് ഇടുന്ന ട്രൈ ചെയ്ത് നോക്കായിരുന്നു. ഈ കാണുന്ന മന്ദിറാണ് നമ്മളെല്ലാ ഇതിലും കാണുന്നത്. അതായത് വാരണാസിൻ്റെ ഒരു മെയിൻ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞ് എടുത്ത് കാണിക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു മന്ദിർ കേട്ടോ. റിയലി അമേസിങ് ആയി. നമുക്ക് ഇവിടുന്ന് കിട്ടുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലാണ്. എന്തപ്പോൾ ഞാൻ പറയാ, ഇപ്പം എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. കാരണം ഒരു വല്ലാത്തൊരു പോസിറ്റീവ്നെസ് ആണ് ഇവിടുന്ന് നമുക്ക് കിട്ടുക. ആ ഒരു ബേഡ്സിൻ്റെ ആണേലും ആ ഒരു ബോട്ടിൻ്റെ ആണേലും ആ ഒരു ഗംഗാ റിവറിൻ്റെ ആണേലും കാര്യങ്ങളെല്ലാം കൊണ്ട് നമുക്കൊരു അടിപൊളി ഒരു പോസിറ്റീവ് വൈബ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം നമുക്ക്. അങ്ങനത്തെ ഒരു സംഭവം നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് കേട്ടോ. വന്നിട്ടില്ലെങ്കിൽ വന്ന് നോക്കണം. മസ്റ്റ് ട്രൈ ആണ്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെറുതെ വീട്ടിലിരിക്കുമ്പോൾ ഒരു 700 രൂപയുടെ ടിക്കറ്റും കൊടുത്ത് വരുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു
എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടും. ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഒരു മന്ദിറിൻ്റെ ഒരു ഘാട്ട് എന്നാണ് ഇവർ പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താ എനിക്കറിയില്ല. ഞാനിങ്ങനെ തിരക്കൂടിയ സ്ഥലങ്ങളിലൂടെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2-3 പിക്ക് കൂടെ എടുക്കുകയാണെങ്കിൽ ഗോപ്രോൻ്റെ സബ്മിഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെയൊക്കെ നല്ല തിരക്കാണ് കേട്ടോ. കണ്ടോ, ആളുകൾ ഇറങ്ങി വരുന്നു, പിന്നെ സ്നാനം ചെയ്യുന്നു, പിന്നെ അവരുടെ കർമ്മങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നു. അതിലൊക്കെ എല്ലാവരും ഭയങ്കര തിരക്കായിട്ടുള്ള നിൽക്കുകയാണ്. ഇവിടെ കുറേ കള്ളബാബുകാർ കുറേ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ നോക്കിയെന്നില്ല നമ്മുടെ സാധനങ്ങളൊക്കെ അടിച്ചുകൊണ്ടുള്ള സാധ്യത ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണിത്. നമ്മൾ പോകുന്നതിനനുസരിച്ച് തിരക്ക് കൂടിക്കൂടി വരികയാണ്. ഇവിടെയൊക്കെ നല്ല ഡൈറ്റാണ്. കാരണം ഇവിടെ കുറേ സീനുണ്ട്. ആൾക്കാർ അവരുടെ കുറേ പ്രൈവസി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല, അവർ റേസ് ആവും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ മോൻ തന്നെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ബട്ട് ഞാൻ മോസ്റ്റ് ഓഫിലല്ല, കാണിച്ചു തരാം. ഇവിടുത്തെ ഒരു അന്തരീക്ഷം എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ പൂജാകർമ്മങ്ങൾ ചെയ്യുന്നു, അവരുടെ മരിച്ചുപോയവരുടെ പൂജാകർമ്മങ്ങൾ ചെയ്ത് സ്നാനം, അത് ഗംഗയിൽ സ്നാനം ചെയ്ത് വരുന്ന ഒരു സ്കീമാണ് ഇവിടെ അവർ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഒരു മെയിൻ സംഭവമാണ് അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഇവിടെ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ആൾക്കാർ മോസ്റ്റ്ലി വരുന്നത്. അത് മുക്തി എന്ന് പറയുന്ന ഒരു സ്കീം, അല്ലെങ്കിൽ ഒരു മുക്തി എന്ന് പറയുന്ന ഒരു സംഭവം, ആത്മാവിന് മുക്തി കിട്ടാൻ വേണ്ടി അവരുടെ എന്താ പറയുക പാരൻസ് ചെയ്യുന്നൊരു, പാരൻസ് അല്ലെങ്കിൽ ആർക്കാണോ ഇത് കിട്ടേണ്ടത് അവർ ചെയ്യുന്ന ഒരു സംഭവമാണ് ഇതെന്ന് അവർ ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. ഗൈസ് ഇവിടെ നല്ല ടൈറ്റായിട്ട് വരുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്നത് ഞാൻ നിർത്തിയിട്ട് ഞാൻ നൈസിൽ നടന്നു പോകാൻ നോക്കട്ടെ. സോ ഗൈസ്, നമ്മുടെ ഇവിടുത്തെ പരിപാടികൾ കഴിഞ്ഞു. നമ്മുടെ കാഴ്ച കാര്യങ്ങൾ അത്രേ ഉള്ളൂ. വേറെ ഇതിവിടെ വലിയ കാണാനുണ്ട് എന്ന് പറഞ്ഞ് കാണാൻ മാത്രമുള്ള സംഭവങ്ങളൊന്നുമില്ല. സോ നമ്മളെന്ത് ചെയ്ത് നേരെ സ്കിപ്പ് ചെയ്തു. നമ്മളത് ഇവിടെ ഒരു മന്ദിരമുണ്ട്, അതിനുള്ളിൽ ഒന്നും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ലാത്തതുകൊണ്ട്. കാരണം എന്താ വെച്ചാൽ മെയിൻ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മൾ അവിടെ ലോക്കറിൽ വെച്ച് പൂട്ടിയാൽ മാത്രമേ നമുക്കിവിടെ എൻട്രി ഉള്ളൂ. കാരണം നമ്മുടെ കയ്യിൽ ഒരു സാധനം ക്യാരി ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് മാത്രമാണ് മെയിനായിട്ട് പോകാൻ നിൽക്കാത്തത്. അപ്പം നേരെ പോകുന്നു, എക്സിറ്റ് നോക്കി പോവാണ്. ഇവിടെ നമുക്ക് വേറെ സാധനം ട്രൈ ചെയ്യാണ്ട്. സോ അതിൻ്റെ വീഡിയോ കാണിച്ചു തരാം. വേറൊരു വെറൈറ്റി സാധനം ട്രൈ ചെയ്യാൻ പോവാണ്. എന്താ അവസ്ഥ നോക്കി ഇവിടെ. തരുമോ? മലയാളീൻ്റെ സ്വഭാവം അറിയില്ല. എവിടെയെങ്കിലും എന്തെങ്കിലും വെറുതെ കിട്ടിക്കഴിഞ്ഞാൽ ഓടിപ്പോയി വാങ്ങും. അവിടെ പിന്നെ മറ്റേ അമ്പലത്തിൽ നിന്നുള്ള പ്രസാദമായിട്ട് ഏതോ ഒരു ചെങ്ങായി കൊടുക്കുന്നുണ്ട്. പോയി നിന്ന് ക്യൂ നിന്ന് 2 വട്ടം പോയി, 2ാമത്തെ തൊട്ട് 1000 വട്ടം വീഡിയോ എടുക്കാൻ പറ്റില്ല. സുഖായി നേരെ റെയിൽവേ സ്റ്റേഷൻ അടക്കണം. നല്ല തിരക്കുണ്ടോ. യു പിയിലുള്ള എല്ലാ ട്രെയിനും പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും തിരക്കായിരിക്കും. എല്ലാ ട്രെയിനിൻ്റെ അവസ്ഥ തന്നെയാണ്. നമ്മളൊരു സ്പെഷ്യൽ സ്ഥലത്തേക്ക് പോവാണ്. വെയിറ്റ് ആൻഡ്